ഞാൻ കാരണം തന്റെ ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. പൂജ, ഈശ്വര, മുത്തശ്ശേരിയും നമ്മൾ പറഞ്ഞതെല്ലാം കേട്ടോ? ആഹാ, എത്ര നേരം രണ്ടുപേരും കൂടെ കഥ അടിച്ചിരിക്കുന്നേ? നാളെ കല്യാണമല്ലേ? ദേ മുത്തശ്ശി അന്വേഷിക്കുന്നു. വാ രണ്ടാളും അങ്ങോട്ട്. വാ. ഒരു കൂട്ടരിങ്ങി എത്തി. ബാക്കിയുള്ളവരെ പോയി ക്ഷണിക്കണോ? അമ്മേ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നിങ്ങൾ ഇരിക്കും മക്കളെ, ഇരിക്കും മോനെ. ഈ വീട്ടിൽ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ മാത്രം എല്ലാരും പിന്നിലേക്കാ. ഒരു ദിവസം എത്ര ഭക്ഷണം വെറുതെ കളയുന്നറിയാവോ? എന്റെയൊക്കെ ചെറുപ്പത്തില് ഒരു വറ്റ് താഴേക്ക് വീണ അപ്പ കിട്ടും അമ്മയുടെ ഭാഗത്തുനിന്ന് പച്ച ഈർക്കിലി കൊണ്ടുള്ള അടി. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആഹാരത്തിന്റെ വില അറിയില്ലല്ലോ. ഞാനിപ്പോ പ്രഗ്നൻസി സജസ്റ്റ് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് അബോർഷൻ നടത്താൻ ഡോക്ടർ. മോളെ, യോ മോളിത് ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? ദത്ത സാർ എവിടെ? ദേ അവിടെ ആഹാരം വിളപ്പിച്ചിട്ട് മുത്തശ്ശി തിരക്ക് കൂട്ടുന്നു. ദത്തേട്ടൻ കുളിക്കുക. എല്ലാവരോടും കഴിച്ചോളാൻ പറ, ഞങ്ങൾ വന്നോളാം. അതെ, മോള് തന്നെ വന്ന് അമ്മയോട് അങ്ങ് പറഞ്ഞാ മതി. അയ്യോ, ഞാൻ ചെന്ന് പറഞ്ഞ എന്റെ തല ചാടിപ്പറിക്കും. മോളിങ്ങോട്ട് വന്നേ. വയ്യ ചേച്ചി, ചേച്ചി പറഞ്ഞാ മതി. എനിക്കിപ്പോ ആഹാരം വേണ്ട, തലവേദനയായിട്ടിരിക്കുകയാണെന്ന് പറ. അയ്യോ, തലവേദനയോ? എവിടെ നോക്കട്ടെ. പനിക്കുന്നുണ്ടോ? ചൂടൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല. അത്താഴം കഴിച്ചില്ലെങ്കിൽ അരത്തൂക്കം കുറയുമെന്നാ പണ്ടുള്ളവര് പറയുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കൊരു സ്റ്റൈലല്ലേ? രാവിലത്തെ കാപ്പിയും പലഹാരം ഒഴിവാക്കുക, അത്താഴം കഴിക്കാതിരിക്കുക. എന്നിട്ടെന്താ, രോഗം ഒഴിഞ്ഞ നേരമില്ലല്ലോ. അതൊക്കെ പഴയ തലമുറയെ കണ്ടുപഠിക്കണം. 4 നേരം ഭ്രഷ്ടാന്നം, ചോറ്, കഞ്ഞി, കാച്ചിൽ പുഴുങ്ങിയത്, ചീനി, ചക്ക എന്ന് വേണ്ട കഴിക്കാത്തതായിട്ട് ഒന്നുമില്ല. ആർക്കും ഒരു മൂക്കിപ്പനി വന്നതായിട്ട് പോലും അറിയില്ല. എല്ലാം ഈ മനുഷ്യരുടെ ജീവിത ശൈലിയും ഭക്ഷണക്കേട് കൊണ്ടുണ്ടാവുന്നതാ. ഒരു ജിമ്മിലും പോവണ്ട, കാലത്ത് പറമ്പിലിറങ്ങി ദേഹം അനങ്ങി 4 തടം വെട്ടി പച്ചക്കറി നട്ടു നോക്കിയേ, അസുഖമൊക്കെ ഓടി ഒളിക്കും, ആരോഗ്യമൊക്കെ താനേ വരും. ഡേ, അവരെന്തേ ദത്തനും ആമി? ദത്ത സാറ് കുളിക്കുക. ആമിമോക്ക് ഇപ്പൊ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ആഹാ, നീ ഇങ്ങോട്ട് വിളമ്പി കൊടുത്തേ. അവളെപ്പ കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആഹാ, ഈ അമ്മയുടെ ഒരു കാര്യം, പിള്ളേരൊക്കെ വളർന്ന് പന പോലായി, എന്നാലും അവരെ വഴിക്ക് വിടില്ലെന്ന് വെച്ചാ ഭയങ്കര കഷ്ടം തന്നെ. നിങ്ങൾ കഴിക്കേ, മുത്തശ്ശി അവരെ കൊണ്ട് ഇപ്പൊ ഇങ്ങ് വരും. മതി. അതെന്താ നിനക്ക് വിശപ്പില്ലാത്ത? എനിക്കറിയില്ല. അറിയാൻ വേണ്ടിയല്ലേ നീ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയേ? എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. എന്നിട്ടാണോ നിനക്ക് വിശപ്പില്ലാത്ത? മുത്തശ്ശി, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. അങ്ങനെ പിന്നെ മുന്നേ ഒന്നും ഈ വീട്ടിൽ ഏർപ്പാടില്ലെന്ന് നിനക്കറിയാലോ. ഇത്രയും കാലം എങ്ങനെയായിരുന്നു, തുടർന്നും അങ്ങനെ തന്നെ മതിയേ. ദത്തം കുളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് അവനെയും കൂട്ടി അപ്പുറത്തേക്ക് വാ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമെങ്കിലും ചെമ്പകശ്ശേരി ഇനി ബാക്കി ഉണ്ടാവട്ടെ.
മോളെ, ഈ കണ്ണാടിയിലേക്കൊന്ന് നോക്കിയേ. ഇത്രയും വലിയൊരു സുന്ദരി ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവുമോ? ഈ അമ്മ പറഞ്ഞു കണ്ണു വെക്കും. നീ പോടി. എന്റെ കൊച്ചിന് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ പറയും. ആ ഇനി തുടങ്ങിക്കോ. നല്ലൊരു ദിവസമായിട്ട് രണ്ടുപേരും കൂടി. പൂജ മോൾ ഇതൊന്നും കാര്യാക്കണ്ട. ഇതൊക്കെ ഇവിടെ പതിവാ. ഏത് കാര്യത്തിനും ഒരു കശപിശ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു മനസമാധാനം കിട്ടില്ല. ആഹാ, മണവാള ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലയോ? ഒന്ന് വേഗം കേട്ടോ. എടാ, ആർഭാടമൊന്നുമില്ലെങ്കിലും ഈ കല്യാണത്തിന് ഒരു മുഹൂർത്തമുണ്ട്. അത് കഴിയുന്നതിന് മുമ്പ് അങ്ങ് എത്തണ്ടേ? എന്താടാ നിനക്കൊരു ഉഷാറില്ലാത്ത? എന്താ നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? എന്താ അസ്വസ്ഥത? അല്ല, വല്ല തലവേദനയോ വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. എന്നാ എഴുന്നേക്ക്, നമുക്ക് പുറപ്പെടാം. അളിയ, എല്ലാരും റെഡിയായോ? ആഹാ, മണവാളൻ ഒരുങ്ങി സുന്ദരനായല്ലോ. പിന്നെ ആദ്യക്കൂട്ടിന് എന്നെ ഒരുങ്ങിയിരിക്കുമല്ലേ? എന്നാ പിന്നെ പുറപ്പെട്ടാലോ? അങ്ങനെ ആ ചരിത്രം നമ്മൾ തിരുത്തി എഴുതി. പെണ്ണും ചെക്കനും ഒറ്റ വീട്ടിൽ നിന്ന് കതിർ മണ്ഡപത്തിലേക്ക് പുറപ്പെടുന്നു. വാ മക്കളെ. വാ. എന്താ എന്താടാ? സർ, ആദിത്യനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. അറസ്റ്റോ? എന്തിന്? ഷാനു സബാൻ കൊലക്കേസിൽ ചോദ്യം ചെയ്യാനാ സർ. അല്ല, അതിന് ആ കേസിന്റെ അന്വേഷണ ചുമതല എനിക്കല്ലേ? സോറി സർ, അതെനിക്കറിയാം. പക്ഷേ ഇത് IG-യുടെ സ്പെഷ്യൽ ഓർഡറാ.
ശരി, എന്നാ തൽക്കാലം നിങ്ങൾ വിട്ടോ. ഇവനെ ഉച്ച കഴിഞ്ഞ് ഞാൻ ഹാജരാക്കിക്കോളാം. അത് പറ്റില്ല സർ. പറ്റില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? അവന്റെ കല്യാണം ഇന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ നോക്കാം. അമ്മ പറഞ്ഞില്ലേ, മന്ത്രി മൊയ്തു സാർ നേരിട്ട് ഇടപെട്ട കേസാ. ഞങ്ങൾക്ക് ഇയാളെ കൊണ്ടുപോയേ പറ്റൂ. വേണ്ടി വന്ന ബലപ്രയോഗം നടത്താൻ ഉത്തരവുണ്ട്. സാറേ നിക്ക്, പറയട്ടെ. എന്താ ഈ കാണിക്കുന്നേ? ദത്ത താനിതൊന്നും കാണുന്നില്ലേ? അളിയ, താനും കൂടെ അറിഞ്ഞിട്ടാണോ ഇതെല്ലാം? അല്ല മുത്തശ്ശി, ഞാനൊന്നും. താൻ അറിഞ്ഞിട്ടില്ലായിരിക്കുമല്ലേ? അല്ലെങ്കിൽ തന്നെ ഇന്ന് വരെ താൻ എന്താ അറിഞ്ഞിട്ടുള്ളത്? സ്വന്തം അളിയനെ പോലും രക്ഷിക്കാൻ കഴിയാത്ത താൻ എന്തിനാണോ പോലീസാന്നും പറഞ്ഞു നടക്കുന്നത്? മുത്തശ്ശി, സോറി സർ, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. മോനെ, സർ പ്ലീസ് ആദ്യം കൊണ്ടുവരുത്. ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. ഇതൊന്നും കുട്ടി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പറയാനുള്ളതൊക്കെ കോടതിയിൽ ഒന്ന് പറഞ്ഞാൽ മതി. സർ മോനെ, സർ മോനെ പ്ലീസ് സർ. മോനെ ആദിക്കുട്ടാ. അളിയ, ആദി, ചേട്ടാ, മുത്തശ്ശി. സർ, ഞാൻ പറയട്ടെ സർ. സർ, എനിക്കൊന്നും അറിയില്ല സർ. സർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ മോനെ കൊണ്ടുപോകില്ലേ? സാറേ, ഞാൻ പറയുന്നു കേക്ക്. മുത്തശ്ശി മോനെ, മോനെ ആദി. സാറേ, സർ, മുത്തശ്ശി. സാറേ, അമ്മ ചേച്ചി, മുത്തശ്ശി. എന്റെ മോനെ. ദത്ത, ആരും വിഷമിക്കണ്ട. അവനെ ഞാൻ കൊണ്ടുവരും. എന്താണ് ഭാര്യ, ഒരു ഭയങ്കര ടെൻഷൻ? അല്ല, ഈ മുഹൂർത്തത്തിന് പെണ്ണും ചെറുക്കനും വരാതിരിക്കുവോ? ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന്. നിനക്കായിരുന്നില്ലേ നിർബന്ധം കെട്ടിച്ചേ അടങ്ങൂന്ന്? ഹലോ ആന്റി. അയ്യോ, നിങ്ങളിത് എവിടെയാ? അമ്മയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ആന്റി, എന്താ? ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം?
അറിഞ്ഞില്ലേ ശകനപ്പഴ? ആ ജോത്സ്യര് പറഞ്ഞത് അച്ചട്ട. എന്താ അച്ചേട്ട്? ആരോ എന്തോ അന്ധവിശ്വാസം പറഞ്ഞെന്ന് വെച്ച് അതൊക്കെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കണോ? ആരോ എന്തോ പറഞ്ഞതൊന്നും അല്ലല്ലോ. മുത്തശ്ശി തന്നെ കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ടുവന്ന ജോത്സരല്ലേ പറഞ്ഞത്. കാശ് കൊടുത്തു പറഞ്ഞ് അയാള് പറയുന്നതല്ല സത്യമാകണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാ അയാളെ വിളിച്ചു വരുത്തിയത്? നിന്നോട് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ല. ഉത്തരം മുട്ടുമ്പോഴുള്ള മുത്തശ്ശിയുടെ പ്രകടനം ഉണ്ടല്ലോ, അത് ഈ കാര്യത്തിൽ വേണ്ട. നമ്മുടെ ആദിമോന്റെ ജീവിതം വെച്ച ഈ കളിന്ന് മറക്കണ്ട. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവന്റെ കാര്യത്തിൽ നിന്നേക്കാൾ ഉത്തരവാദിത്വം എനിക്കുണ്ട്. എന്നിട്ടാണോ ഈ അക്രമത്തിന് കൂട്ടു നിൽക്കുന്നത്? എന്ത് അക്രമം? സ്നേഹിക്കുന്ന രണ്ടുപേരെ ഒന്നിപ്പിക്കുന്നത് ഇത്ര വലിയ അക്രമമാണോ? സ്നേഹിക്കുന്ന രണ്ടുപേര് ഒന്നിക്കാൻ യോഗം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? യോഗവും യോഗക്കേടും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മൾ മനുഷ്യരാ. ആകാശത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അതിൽ ഒരു സ്ഥാനവും ഇല്ല. അല്ല, ഇതെല്ലാം കൂടെ അമ്മ തന്നെ പറയരുത്. അതെ, മുത്തശ്ശി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്ക്. ഒന്നുകിൽ ഈശ്വര വിശ്വാസം, അല്ലെങ്കിൽ നിരീശ്വരവാദം. എന്റെ കുട്ടികളെ ഒന്നിപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യും. ആരുടെ കൂടെ വേണേലും നിൽക്കും. എന്റെ അമ്മേ, കൊച്ചുമക്കളെ സ്നേഹിക്കേണ്ടെന്നൊന്നും അല്ല ഞങ്ങള് പറയുന്നേ. ആ സ്നേഹം അവർക്കൊരു ശാപമാകരുതെന്നാ. എന്റെ സ്നേഹം ശാപമാകുവാണെങ്കിലേ അവരതങ്ങ് സഹിച്ചോളും. ഇനി അഥവാ ആദ്യം പൂജയും ഒന്നിക്കുന്നതില് എന്തെങ്കിലും ഗ്രഹനിലപ്പിഴ ഉണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട് അവരതിനെ അതിജീവിച്ചോളും. പോലീസ് കൊണ്ടുപോയെന്നല്ലേ ഉള്ളൂ. ജാമ്യത്തിൽ പുറത്തിറക്കിയ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. ഇതൊക്കെ വിധിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് മണ്ടത്തരം. ഇതിന്റെയൊക്കെ പിന്നിൽ മനുഷ്യരാ. ഈ കല്യാണം മുടക്കാൻ ആരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസായത്. ഈ ഉമ്മാക്കി കേട്ട് നമ്മൾ പേടിച്ച അവര് ജയിച്ചു എന്നല്ലേ അതിനർത്ഥം? അങ്ങനെ നമ്മൾ തോറ്റു കൊടുത്തിട്ട് അവര് ജയിക്കണ്ട. ഞങ്ങൾ വിവരം അറിഞ്ഞു വന്നാ ഇന്നലെ എന്റെ മൂക്കി ഗതി വന്നല്ലോ. ഈ സമയത്ത് തന്നെ അവർക്ക് കേസ് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ. എവിടെ എവിടെ എന്റെ മോൾ? വിളിക്കും. ഞാൻ അവളോട് ഒരു നല്ല 4 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കട്ടെ. അവളെ ആശ്വസിപ്പിക്കലല്ല കളക്ടറെ ഇപ്പൊ നേരം. എങ്ങനെയെങ്കിലും മുഹൂർത്തം തെറ്റാതെ ഈ കല്യാണം നടത്താനുള്ള വഴി ആലോചിക്കണം. എന്തു വഴി? ഞങ്ങളോടാണ് അമ്മ വഴി ചോദിക്കുന്നത്. ഒരു IPS കാരനുള്ള വീടല്ലേ ഇത്? അയാളെവിടെ? അയാളോട് ചോദിക്കേ ആദ്യം പുറത്തിറക്കാനുള്ള മാർഗം എന്താണെന്ന്. ദത്തേട്ടൻ അവന്റെ കൂടെ പോയിട്ടുണ്ട്. ഓ, അപ്പൊ പിന്നെ സമാധാനമുണ്ട്. ദത്തൻ എന്തെങ്കിലും ചെയ്തോളൂ. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നും തോന്നില്ല. ഇനിയിപ്പോ ജാമ്യമൊക്കെ എടുത്തു വന്നിട്ട് എപ്പ കല്യാണം നടത്താനാ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഡേറ്റ് ഒന്ന് നീട്ടി വെക്കാം. അത് നടപ്പുള്ള കാര്യമല്ല. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അത് കൃത്യമായിട്ട് നടന്നിരിക്കണം. നടത്താൻ പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിക്കരുത്. എങ്ങനെ നടക്കുമെന്ന് അമ്മ ഈ പറയുന്നേ? നമ്മുടെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ആദ്യം മോനെ പുറത്തിറക്കണം. മോളെ പൂജ, മോളിതൊന്നും കണ്ട് പേടിക്കണ്ട. ശുഭകാര്യം നടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ചെറിയ തടസ്സമായിട്ട് കൂട്ടിയാൽ മതി. ഈ വിവാഹം ഇന്ന് തന്നെ ഞാൻ നടത്തും. മോളി ഒരുക്കങ്ങളൊന്നും അരിക്കണ്ട. മുഹൂർത്തം മാറില്ല. മുത്തച്ഛ വാക്ക് പറയുന്നേ. മായ വരൂ, നമുക്കെന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാലോ. ഞാൻ പറയാമേ, നമുക്ക് ചെയ്യാവുന്ന ഒക്കെ ചെയ്യാം. അങ്ങനെ ഉമ്മർ മിടുക്കന്മാരാവണ്ടല്ലോ. എങ്കിലും വരൂ.
മോള് ധൈര്യമായിട്ടിരിക്കും. ആദ്യം അങ്ങനൊന്നും ചെയ്യുന്നവനല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എങ്ങനെ രക്ഷിക്കും? നിങ്ങൾ വണ്ടിയിലോട്ട് കയറി, നമുക്ക് ഒരുമിച്ച് പോവാം. കേറ്. ഒരു കുഴപ്പവും ഉണ്ടാവില്ലേ, മോള് സങ്കടപ്പെടണ്ട.